എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് വീഡിയോകളിലൂടെ വിവാദവും പ്രശസ്തിയും നേടിയ തൊപ്പി എന്ന നിഹാദിന്റെ വിശ്വസ്തനായ അച്ചായന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച. സോജൻ വർഗീസ് എന്ന അച്ചായന്റെ വധു 25-കാരിയായ ആതിര റോയ് ആണ്. ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം പറഞ്ഞായിരുന്നു ഏറെയും വിമർശനം ഉയർന്നത്. പെട്ടെന്നുള്ള വിവാഹത്തെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ സോജൻ വർഗീസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ആതിരയാണ് വിവാഹം കഴിക്കാമെന്ന് എന്നോട് പറഞ്ഞത്. താലി കെട്ടും വരെ അത് യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കുറച്ചു ദിവസമായി ഞാൻ മറ്റൊരു വലിയ ട്രയാമയിലായിരുന്നു. അതൊന്നും കണക്കിലെടുക്കേണ്ട, ഒന്നിച്ചു ജീവിക്കാം എന്ന് ആതിര പറഞ്ഞപ്പോൾ മുൻപിന് നോക്കിയില്ല. ഒരു പെൺകുട്ടി അങ്ങനെ ബോൾഡായ ഒരു തീരുമാനമെടുക്കുമ്പോൾ കിട്ടുന്ന എനർജിയിലാണ് ഞാൻ ഇപ്പോഴിതാ കല്യാണ വാർത്തയ്ക്ക് തൊട്ടുപിന്നാലെ സോജൻ വർഗീസിന്റെ മുൻ സുഹൃത്ത് എന്ന് അവകാശപ്പെട്ട് ഒരു പെൺകുട്ടി യൂട്യൂബ് ചാനലിന് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. സോജൻ വർഗീസ് സ്നേഹം നടിച്ച് വഞ്ചിച്ചതായി പെൺകുട്ടി ആരോപിക്കുന്നു. പെൺകുട്ടി പറഞ്ഞതിങ്ങനെ: ഒരു പാർട്ടിയിൽ വച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. എന്റെ സുഹൃത്തുക്കളാണ് തൊപ്പിയുടെ അച്ചായൻ എന്ന് പറഞ്ഞ് സോജൻ വർഗീസിനെ പരിചയപ്പെടുത്തിയത്. അന്ന് വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. പിന്നീട് എന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി അച്ചായൻ എന്നെ വിളിച്ചു. മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു. പിന്നീട് വിളിച്ച് സുഖമില്ലാത്ത അമ്മയെ നോക്കാൻ ഒരാളെ വേണം എന്ന് പറഞ്ഞു. നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പിന്നീട് സോജൻ വർഗീസിന്റെ അമ്മയാണ് വിളിക്കുന്നത്. ഒത്തിരി സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ജോലി അന്വേഷിക്കുന്ന സമയമായിരുന്നു അത്. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടുപേർക്കും വലിയ സ്നേഹമായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ സേഫ് ആയിരിക്കുമെന്ന് കരുതി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അച്ചായൻ പറഞ്ഞു. അച്ചായന് അടിക്കാനൊക്കെ തുടങ്ങി. പിന്നീട് വീണ്ടും പ്രശ്നങ്ങൾ വഷളായി. തൊപ്പി ഇടപെട്ടു. ഒടുവിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. പലരും എന്നെ വിളിച്ച് അയാളെ വെറുതെ വിടരുതെന്ന് പറയും പെൺകുട്ടി കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.